ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ഷൈൻ SP ആണ് വണ്ടി. ജനറൽ സർവീസായിട്ട് കയറ്റിയതാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് പറഞ്ഞേക്കണ കംപ്ലയിൻറ്റ് ഒന്ന് സെൽഫ് സ്റ്റാർട്ട് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്, ജനറൽ സർവീസ്, ഓയിൽ ചെക്കിങ്സ് പറഞ്ഞിട്ടുണ്ട്, സ്ലോ സ്പീഡ് കറക്റ്റായിട്ട് നിൽക്കുന്നില്ല എന്നുള്ള കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഡോർ റോളിങ് ഡീകാർബണൈസിംഗ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഫുൾ ചെക്കപ്പ് വിത്ത് വാട്ടർ സർവീസ്. ഇത്രയും കേസാണ് മെയിനായിട്ട് നമുക്ക് പറഞ്ഞേക്കണം വർക്കുകൾ. അപ്പോൾ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ നോക്കുമ്പോൾ കമ്പനി ലൈനർ കിടക്കുന്നത് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് വെച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ ഹബിനകത്തേക്കാളും കുറച്ച് പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. ടയറിൻ്റെ കണ്ടീഷനൊക്കെ ആയാലും പുതിയ ടയറാണ്, വലിയ പഴക്കമായിട്ടില്ല. ചെയിൻ സ്പോക്കറ്റ് ആയാലും നമ്മൾ ചെക്ക് ചെയ്തിരുന്നു. ചെയിൻ സ്പോക്കറ്റ് പുതിയ ചെയിൻ സ്പോക്കറ്റാണ്. അപ്പോൾ ചെറുതായിട്ട് ലൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊന്ന് ടൈറ്റ് ചെയ്താൽ മതി. പിന്നെ നമുക്കതിൻ്റെ ബാറ്ററി 2022 മോഡൽ ബാറ്ററിയാണ് ഇതും ഇരിക്കുന്നത്. ആമറോണിൻ്റെ ബാറ്ററിയാണ്. അപ്പോൾ ഞാനതിൻ്റെ കണ്ടീഷൻ ഒന്ന് ചെക്ക് ചെയ്ത് സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ 12.65 റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഇതിനകത്ത് കാണിക്കുന്നത് കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കുക, പോയ ബാറ്ററി ആയിട്ടാണ് കാണിക്കുക. അപ്പോൾ ജസ്റ്റ് ബാക്കിയത്തെ വർക്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ബാറ്ററി ഒന്ന് വെച്ച് ചാർജിലിടാം. അതിന് ശേഷം നമുക്ക് ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് വണ്ടിയും ഒന്നുകൂടി ഫുൾ ചാർജ് ചെയ്തിട്ട് വെച്ചിട്ട് ഒന്നുകൂടി ടെസ്റ്റ് ചെയ്ത് നോക്കാം. കംപ്ലയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ബാറ്ററി മാറ്റി വെച്ചാലാണ് സെൽഫിൻ്റെ പ്രോബ്ലം എന്ന് സോൾവ് ആവുള്ളൂ കേട്ടോ. പരമാവധി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. 2022 അപ്പോൾ ഏകദേശം 2 വർഷം എന്തെങ്കിലും കഴിഞ്ഞിട്ടുണ്ട് ബാറ്ററി കേട്ടോ. പിന്നെ എയർ ഫിൽറ്റർ കമ്പനി ഫിൽറ്റർ തന്നെ കിടക്കുന്നത്, ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി. പിന്നെ നമുക്ക് ഹെഡ് ഡോർ റോളിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഹെഡിൻ്റെ ഭാഗം അഴിച്ചിട്ടുണ്ട്, എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം അഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഈ എക്സോസ്റ്റ് വാൽവിൻ്റെയൊക്കെ സീറ്റിങ് ചെറിയ പ്രോബ്ലം വന്നിട്ടുണ്ട്, അതിൻ്റേതായിട്ടുള്ള ലീക്കേജ് ഉണ്ട്. പിന്നെ അത്യാവശ്യം കാർബൺ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനുള്ളിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് ലേത്തി കൊടുത്ത് വാൽവ് ഒന്ന് സീറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ പിസ്റ്റൻ്റെ ഈ റിങ്സ് മാത്രമായിട്ടൊന്ന് മാറ്റിയിടാം. പിസ്റ്റൺ നമുക്ക് തന്നെ യൂസ് ചെയ്യാം, വേറെ പ്രോബ്ലം ഒന്നുമില്ല. അതിൻ്റെ റിങ്സ് മാത്രമായിട്ട് ചെറുത് ഒന്ന് മാറ്റിയിട്ടേക്കാം. അത് സ്റ്റാൻഡേർഡ് റിങ്സ് നമുക്ക് വരുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ സിലിണ്ടറിൻ്റെ ഉള്ളിൽ ചെറിയ സ്ക്രാച്ചസ് വന്നിട്ടുണ്ട്. സിലിണ്ടർ ആ ബോറിനകത്ത്, ആ കംപ്രഷൻ ചേമ്പറിൻ്റെ ഭാഗത്ത് അത്യാവശ്യം സ്ക്രാച്ച് അതിന് വർക്ക് ചെയ്തിട്ടുള്ള ചെറിയ സ്ക്രാച്ചസ് വന്നിട്ടുണ്ട് ഉള്ളിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ആ റിങ്സ് മാറ്റിയിടാമെന്ന് പറഞ്ഞതിൻ്റെ കേസ്. പിന്നെ അതേപോലെ എഞ്ചിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു. നല്ല ഓയിലാണ് നമുക്ക് ഇതിനകത്ത് കിടക്കുന്നത്, നല്ല ഓയിലാണ്. അപ്പോൾ നമുക്ക് ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ നമുക്കത് ഓയിൽ തന്നെ മതി. പിന്നെ ഡിസ്ക് ബ്രേക്ക് നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ ബ്രേക്ക് തന്നെ കല്ലപ്പാണ്. അപ്പോൾ നമുക്ക് ഈ യൂണിറ്റ് MC സബ് അസംബ്ലിയിൽ നിന്ന് അയച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ ബ്രേക്ക് ശരിക്കും കല്ലച്ച ബ്രേക്കായിട്ടാണ്. ബ്രേക്ക് പിടിക്കുമ്പോൾ ഒരുപാട് സ്ട്രെയിൻ കൊടുത്ത് പിടിക്കേണ്ടി വരുന്നുണ്ട്. അതനുസരിച്ച് വണ്ടി നിൽക്കുന്നില്ല, അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. പാഡ് സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. നമുക്ക് ആ MC സബ് മാത്രം ഒന്ന് അയച്ച് ക്ലീൻ ചെയ്തിട്ട് ഫ്ലൂയിഡ് ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് പറ്റില്ല, മോശമാണെങ്കിൽ നമുക്കൊന്ന് റീപ്ലേസ് ചെയ്തിട്ട് ബ്രേക്ക് ഒന്ന് റീസെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഭാഗം കറക്റ്റ് ആയിക്കോളൂ കേട്ടോ. പിന്നെ ഫ്രണ്ട് ടയറിൻ്റെ ഭാഗമൊക്കെ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഇല്ല. മെയിനായിട്ട് അതൊക്കെയാണുള്ളത്. പിന്നെ കാർബറേറ്റർ അസംബ്ലിയിൽ നമ്മളൊന്ന് അഴിച്ച് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യാനുണ്ട്. സ്ലോ സ്പീഡ് ഐഡിലേക്ക് നിൽക്കാത്തൊരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അതിന് 2 കാരണമുണ്ട്. ഒന്ന് എക്സോസ്റ്റ് വാൽവ് ലീക്ക് ഉണ്ട്. അപ്പോൾ ഓൾറെഡി ആ വഴിക്ക് കംപ്രഷൻ ലീക്ക് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോഴും വണ്ടി ഐഡിലേക്ക് നിൽക്കില്ല, ഓഫായി പോകും. കാർബറേറ്ററിനായാലും ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് പോകുന്നത്. ഇപ്പോൾ ഹെഡ് റോളിങ് ചെയ്യുമ്പോൾ കൂട്ടത്തിൽ കൂടെ അതുകൂടി ചെയ്യണമെന്നുള്ളൂ നമ്മൾ. വാക്യൂം പിസ്റ്റൊന്നും നിലവിൽ വേറെ കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നിലവിൽ ഇത്ര കേസാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അത്ര വരും നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും വീഡിയോ അടക്കം വാട്സപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ. വീഡിയോ ഒന്ന് കണ്ടുതരാം, നോക്കിയിട്ട് ഞാൻ റിപ്ലൈ ഇട്ടാൽ മതി. പിന്നെ അതേപോലെ തന്നെ നാളെ വൈകുന്നേരമൊക്കെ ആവും, എന്തെങ്കിലും ഒരു 6 മണി 6:30 ആവും കംപ്ലീറ്റ് ആയിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്തേക്കാം, എങ്ങനെയായിരുന്നു ചെയ്യാം.